നമസ്കാരം. 1982 ജൂൺ 8 ഇസ്രയേലിൽ നിന്ന് ഒരു നിര കവചിത വാഹനങ്ങൾ ലെബനോണിലേക്ക് ഇരച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ലെബനോണിലേക്കുള്ള ആ കവചിത വാഹനങ്ങളുടെ യാത്ര ഹാൽദെ എന്ന സ്ഥലത്തൂടി കടന്നു പോകുമ്പോൾ രസകരമായ ഒരു കാഴ്ച അവിടെ ഉണ്ടായി. കുറെ ചെറുപ്പക്കാർ ആ കവചിത വാഹനത്തിന് നേരെ ഓടുന്ന കാഴ്ചയാണ് കവചിത വാഹനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ കാണുന്നത്. ആ ചെറുപ്പക്കാർ ആ കവചിത വാഹനത്തിന് നേരെ ഓടുമ്പോൾ തന്നെ കയ്യിലുള്ള ഗ്രനേഡുകളുടെ പിൻ വലിച്ചൂരി ആ കവചിത വാഹനങ്ങൾക്ക് നേരെ എറിയുന്നുമുണ്ട്. ടാങ്കുകളും ആർമേഡ് വെഹിക്കിൾസുമാണ് ആ നിരയായി പോകുന്നത്. അവയ്ക്ക് നേരെയാണ് ഓടി വന്ന് ചെറുപ്പക്കാർ ഗ്രനേഡുകൾ വലിച്ചെറിഞ്ഞത്. അമ്പരന്ന് പോയ ഇസ്രയേലി സേന ആ ചെറുപ്പക്കാർക്ക് നേരെ നിറയൊഴിക്കുമ്പോൾ ശരിക്കും ആ ഗ്രനേഡ് ആക്രമണം ആ കോൺവേ ഒന്ന് പിടിച്ചുലച്ചു. തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആ ആക്രമണം ഉണ്ടായത്. ആ ആക്രമണം നടത്തിയ ചെറുപ്പക്കാർ അവരുടെ ഷർട്ട് വലിച്ചു കയറി നെറ്റിയിൽ ഒരു റിബൺ പോലെ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. അതിൽ അവരെഴുതിയിരിക്കുന്ന വാചകം അറബിയിൽ രക്തസാക്ഷികൾ എന്നാണ്. ഇസ്രയേലിന്റെ ആ കവചിത വാഹന വ്യൂഹത്തെ ആക്രമിച്ച ആ ചെറുപ്പക്കാരെല്ലാവരും ഷിയ മതവിശ്വാസികളാണ്. ഷിയ മതവിശ്വാസികളായ ആ ചെറുപ്പക്കാരിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഹിസ്ബുള്ള എന്ന സംഘടന ജനിക്കുന്നത്. ഈ സംഭവത്തിന് 2 ദിവസം മുമ്പെയാണ് യഥാർത്ഥത്തിൽ ഇസ്രയേൽ ലെബനോണിലേക്ക് ഇരച്ചു കയറിയത്. ലെബനോണിലേക്ക് ഇസ്രയേൽ ഇരച്ചു കയറിയത് ബെയ്റൂട്ടിന്റെ തെക്കൻ ഭാഗങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന PLOയുടെ ആക്രമണം തടുക്കാൻ വേണ്ടിയാണ്. PLO നിരന്തരമായി ലെബനോണിൽ നിന്ന് ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആ ആക്രമണം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇസ്രയേൽ അവിടേക്ക് ഇരച്ചു കയറിയത്. ഇതിനും 4 കൊല്ലം മുമ്പ് 78-ലും ഇസ്രയേൽ ലെബനോണിലേക്ക് അങ്ങനെ ഇരച്ചു കയറിയിരുന്നു. 78-ലെയും 82-ലെയും ഇസ്രയേലിന്റെ ലെബനോൺ അറ്റാക്കിൽ അനാഥരാക്കപ്പെട്ടത് ശരിക്കും ഷിയകളാണ്. ഷിയ മതവിശ്വാസികളായ ഒത്തിരിയേറെ ആളുകളാണ് 78-ലെയും 82-ലെയും ഇസ്രയേലിന്റെ ആക്രമണത്തിന്റെ ഫലമായി ബെയ്റൂട്ടിൽ അനാഥരാകുന്നത്. അങ്ങനെ അനാഥരായ ആ ആളുകൾ ഒരു സംഘടനയുടെ ആവശ്യകതയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ 79-ൽ ഇറാനിൽ അധികാരത്തിലേറിയ അയത്തുള്ള ഖൊമേനിയുടെ ആശീർവാദത്തോടുകൂടി ഇറാനിൽ നിന്ന് 1500 ഭടന്മാർ ലെബനോണിലെത്തി. ശരിക്കും അവര് സിറിയയിലും ലെബനോണിലുമായി തമ്പടിക്കുകയായിരുന്നു. ആ 1500 ഇറാൻ റവല്യൂഷണറി ഗാർഡുകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ചിതറിപ്പോയ ഷിയ ഗ്രൂപ്പിനെ പല സ്ഥലത്തായി എത്തിച്ച് പരിശീലനം കൊടുത്തു തുടങ്ങി. അതുവരെ ഒരു തരത്തിലുമുള്ള ആയുധ പരിശീലനവും ലഭിക്കാത്ത ചെറുപ്പക്കാരെ ആയുധ പരിശീലനം കൊടുത്ത് മിലിറ്റന്റ് ഗ്രൂപ്പായി കൺവെർട്ട് ചെയ്യുന്നത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകളാണ്. ആ ചെറുപ്പക്കാർക്ക് ആകെയുള്ള ബന്ധം മതവുമായിട്ടുള്ള ബന്ധമാണ്. ഷിയ വംശജരായ അവർക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം കൂടപ്പുറപ്പുകളും വീടും ഒക്കെയാണ്. 78-ലെയും 82-ലെയും ലെബനോണിലേക്കുള്ള ഇസ്രയേലിന്റെ ആക്രമണമാണ് യഥാർത്ഥത്തിൽ ഹിസ്ബുള്ള എന്ന സംഘടന ഉണ്ടാകാനുള്ള കാരണമെന്ന് ഇസ്രയേലിന്റെ സമുന്നത നേതാക്കൾ പിൽക്കാലത്ത് സമ്മതിച്ചതാണ്. എന്തായാലും ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ശക്തമായ നിരീക്ഷണത്തിലും പരിശീലനത്തിലും അതിശക്തമായ ഒരു ടീം പതുക്കെ പതുക്കെ ലെബനോണിലും സിറിയയിലുമായി രൂപം കൊള്ളുമ്പോൾ ലെബനോണിലേക്ക് ഇരച്ചു കയറിയിരുന്ന ഇസ്രയേൽ അവരുടെ സേനാംഗങ്ങൾക്ക് താമസിക്കാനായി ബെയ്റൂട്ടിൽ പല ഭാഗത്തും ക്യാമ്പുകൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ അവർ തമ്പടിച്ചിരുന്ന ഒരു സ്ഥലം ടൈർ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയുള്ള ഒരു 7 നില ബിൽഡിംഗ് ആണ് ആ മേഖലയിലുള്ള ഇസ്രയേലി സേനയുടെ ആസ്ഥാനം. 1982 നവംബർ 11-ന് ഏകദേശം രാവിലെ ഒരു 11 മണിയോടടുപ്പിച്ച് ഒരു 504 PSA കാറ് ആ ബിൽഡിങ്ങിലേക്ക് ഇടിച്ചു കയറി. ആ കാറിനകത്ത് നിറയെ സ്ഫോടക വസ്തുക്കളായിരുന്നു. ആ കാറ് ആ 7 നില ബിൽഡിങ്ങിലേക്ക് ഇടിച്ചു കയറിയതും ഒരു ഉഗ്രൻ സ്ഫോടനം ഉണ്ടായി. ആ PSA കാറ് ആ ബിൽഡിങ്ങിൽ ഇടിച്ച നിമിഷത്തിലുണ്ടായ സ്ഫോടനത്തിൽ ആ 7 നില കെട്ടിടം തകർന്ന് തരിപ്പണമായി. ആ കെട്ടിടത്തിലുണ്ടായിരുന്ന 25 ഇസ്രയേലി ഭടന്മാർ തത്സമയം കൊല്ലപ്പെട്ടു. ആ ഇസ്രയേലി ഭടന്മാർക്ക് പുറമെ ആ ബിൽഡിങ്ങിൽ ആ സമയത്ത് തടവിലുണ്ടായിരുന്ന PLOക്കാരും ലെബനോൺകാരുമായ അനവധി ആളുകളും ആ ബിൽഡിങ്ങിൽ മറ്റാവശ്യങ്ങൾക്ക് എത്തിയിരുന്ന സൈനികരുമായി ബന്ധമുള്ള ആളുകളൊക്കെയായി ഒത്തിരിയേറെ ആളുകളാണ് സ്പോട്ടിൽ കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ള എന്ന സംഘടനയുടെ ആദ്യത്തെ സജീവമായ ആക്രമണമാണ് നമ്മൾ അന്നവിടെ കണ്ടത്. ഹിസ്ബുള്ള എന്ന പേരിൽ
ഒരു സംഘടന ജനിച്ചു എന്നുള്ള കാര്യം ആ ബോംബ് സ്ഫോടനം ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു. അതിനുശേഷം നമ്മൾ ഹിസ്ബുള്ളയെ കുറിച്ച് കേൾക്കുന്നത് 83 ഏപ്രിൽ 18-നാണ്. US-ന്റെ ലെബനോണിലെ എംബസി ഒരു ഹോഴ്സ് ഷൂ മാതിരിയാണ് കെട്ടപ്പെട്ടിരിക്കുന്നത്. ആ ബിൽഡിങ്ങിലേക്ക് ഏപ്രിൽ 18-ന് കൃത്യം ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ ഒരു കാറ് ഇടിച്ചു കയറുകയായിരുന്നു. ആ കാറിൽ നിറയെ സ്ഫോടക വസ്തുക്കളുമായി ഒരു സൂയിസൈഡ് ബോംബർ ആ എംബസിയിലേക്ക് ഇടിച്ചു കയറിയതും ഒരു ഉഗ്ര സ്ഫോടനം ഉണ്ടായി. ആ സ്ഫോടനത്തിൽ എംബസി ഏതാണ്ട് തകർന്ന് തരിപ്പണമായെന്ന് പറയാം. സ്ഫോട്ടിൽ കൊല്ലപ്പെട്ടത് 78 US ഭടന്മാരാണ്. 120-ലധികം ആൾക്കാർക്ക് ആ നിമിഷം തന്നെ പരിക്കേൽക്കുകയും ചെയ്തു. എംബസിയിൽ ആ സമയത്ത് പല നിലകളിലായി ആളുകൾ ഉണ്ടായിരുന്നു. അന്ന് എംബസിയുടെ മുകളിലത്തെ നിലകളിൽ ഉണ്ടായിരുന്ന ആളുകൾ പലരും വല്ലാത്തൊരു അമ്പരപ്പോടു കൂടിയാണ് ആ സംഭവത്തെ ഓർത്തെടുക്കുന്നത്. ശരിക്കും ചെവി തുളയ്ക്കുന്ന ഒരു ശബ്ദമാണ് ആദ്യം അവർ കേട്ടത്. ആ ശബ്ദം കേട്ട നിമിഷത്തിൽ തന്നെ ഒരു വിറയൽ അവർക്ക് അനുഭവപ്പെടുകയാണ്. അവർ നിന്നിരുന്ന തറ ഒന്ന് വിറച്ചു. അടുത്ത നിമിഷത്തിൽ അവർ ശരിക്കും ശൂന്യതയിലേക്ക് വീഴുമ്പോൾ ഒരു ഫീലാണ് അവർക്കുണ്ടായത്. ആ കൂറ്റൻ കെട്ടിടം മുകളിൽ നിന്ന് താഴേക്ക് അങ്ങനെ ഇടിഞ്ഞു വീഴുമ്പോൾ ആ അവശിഷ്ടങ്ങൾക്കിടയിലേക്ക് വീണുപോയ പലരും പിന്നീട് അവിടെ നിന്ന് പരിക്കിലൂടെ രക്ഷപ്പെട്ടിരുന്നു. അവരാണ് ആ കഥ ലോകത്തോട് പറഞ്ഞത്. ഹിസ്ബുള്ള എന്ന സംഘടനയുടെ രണ്ടാമത്തെ മേജർ അറ്റാക്കാണ് നമ്മൾ അന്ന് അവിടെ കണ്ടത്. ഈ സംഭവം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ 83 ഒക്ടോബർ 23 അന്നൊരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ച അതിരാവിലെ 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആകാറായതും ലെബനോണിലെ US-ന്റെയും മറ്റ് രാജ്യങ്ങളുടെയും സേനകൾ താമസിക്കുന്ന ബിൽഡിങ്ങിലേക്ക് ഒരു ട്രക്ക് ഓടിച്ചു കയറി. ഒരു സൂയിസൈഡ് ബോംബർ വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചു വെച്ചുകൊണ്ടാണ് ആ ട്രക്ക് ആ ബിൽഡിങ്ങിലേക്ക് ഓടിച്ചു കയറ്റിയത്. ആ ട്രക്ക് ആ ബിൽഡിങ്ങിലേക്ക് ഇടിച്ചു കയറിയതും ആ സ്ഫോടനത്തിൽ 220 മറൈനേഴ്സും 18 സെയിലേഴ്സും അങ്ങനെ അനവധി ആളുകളാണ് ആ നിമിഷത്തിൽ കൊല്ലപ്പെട്ടത്. US-ന്റെ മിലിറ്ററി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു അത്യാഹിതമാണ് അന്ന് അവിടെ ഉണ്ടായത്. ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി അന്ന് ആ സ്ഫോടനം നടത്തിയത് ഒരു ഇറാൻ പൗരനാണ്. ഇസ്മയിൽ അസ്കാരി എന്ന ആ ഇറാൻ പൗരൻ ശരിക്കും US-നെ ഞെട്ടിപ്പിക്കുക തന്നെ ചെയ്തു. ചാവേർ സ്ഫോടനം എന്ന ആശയം അങ്ങനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു തന്നെ ഹിസ്ബുള്ളയാണ്. ഹിസ്ബുള്ളയുടെ ഈ ശൈലി പിന്തുടർന്നുകൊണ്ടാണ് പിൽക്കാലത്ത് LTT അത് വ്യാപകമാക്കിയത്. ഹിസ്ബുള്ള മുന്നോട്ട് വയ്ക്കുന്ന ആശയം നടപ്പിലാക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരുപാട് ആളുകളാണ് ഈ കാലഘട്ടത്തിൽ ഹിസ്ബുള്ളയുടെ പ്രവർത്തകരായി മാറിയത്. മരിക്കാൻ അവർക്കൊരു ഭയവുമില്ലാതെ വന്നതോടുകൂടി സ്വാഭാവികമായി ഹിസ്ബുള്ളയുടെ ചാവേർ സ്ഫോടനങ്ങൾ US-നും ഇസ്രയേലിനും ഒരു വല്ലാത്ത തലവേദനയായി മാറി. ബെയ്റൂട്ടിലെ ആ സൈനിക താവളം ആക്രമിക്കപ്പെട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഡിസംബർ 12-ന് കുവൈറ്റിലെ US എംബസിയിലേക്ക് ഒരു ട്രക്ക് ഓടിക്കയറി. ആ ട്രക്കിനകത്ത് 45 ഗ്യാസ് സിലിണ്ടറുകളുണ്ട്. ആ ഗ്യാസ് സിലിണ്ടറുകളെ പ്ലാസ്റ്റിക് എക്സ്പ്ലോസീവ്സുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ആ ട്രക്ക് US എംബസിയിലേക്ക് ഓടിച്ചു കയറ്റിയത്. 3 നിലയുള്ള ആ US എംബസിയിലേക്ക് ഇടിച്ചു കയറുമ്പോൾ അത് ഉണ്ടാക്കിയ ആ സ്ഫോടനത്തിന്റെ അനന്തരഫലങ്ങൾ സമീപത്തുള്ള വീടുകളിലേക്കും ബിൽഡിങ്ങുകളിലേക്കൊക്കെ വ്യാപിച്ചു. ശരിക്കും ആ കോമ്പൗണ്ടിന് പുറത്ത് ഒത്തിരി മാറി ദൂരെയുള്ള വീടുകളുടെ ജനൽ പാളികൾ വരെ ആ സ്ഫോടനത്തിൽ ഇളകി തെറിക്കുകയായിരുന്നു. ആ സ്ഫോട്ടിൽ കൊല്ലപ്പെട്ടത് 5 പേരാണ്. 27 ആളുകൾ പിന്നീട് ആശുപത്രി വെച്ചാണ് മരിക്കുന്നത്. 175ഓളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കുവൈറ്റ് പോലുള്ള ഒരു സിറ്റിയിലെ US എംബസി പോലും തങ്ങൾക്ക് വളരെ എളുപ്പം ആക്രമിക്കാൻ കഴിയുമെന്ന് ഹിസ്ബുള്ള US-നെയും ഇസ്രയേലിനെയും ബോധ്യപ്പെടുത്തിയ ഒരു നിമിഷമാണ് നമ്മൾ കാണുന്നത്. 82-ലെയും 83-ലെയും തുടർച്ചയായ ഈ അറ്റാക്കുകൾ ശരിക്കും ഹിസ്ബുള്ള എന്ന സംഘടനയെ ലോകത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അവർ ശരിക്കും എസ്റ്റാബ്ലിഷ് ആയെന്ന് പറയാം. ഇറാന്റെ എല്ലാവിധ സഹായവും ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്കുണ്ട്. ഇറാന്റെ സാമ്പത്തിക സഹായവും ആയുധങ്ങളുടെ സഹായവും മാത്രമല്ല ഹിസ്ബുള്ളയ്ക്കുള്ളത്. ഇറാനിൽ നിന്നുള്ള വിദഗ്ധരായ ആളുകളാണ് ഹിസ്ബുള്ളയിൽ അംഗമാകാൻ വരുന്ന മുഴുവൻ ആളുകളെയും പരിശീലിപ്പിക്കുന്നത്. വൻതോതിലുള്ള പരിശീലനമാണ് ഈ സമയത്ത് ഇറാൻ ഹിസ്ബുള്ള പ്രവർത്തകർക്ക് കൊടുക്കുന്നത്. വീടും നാടുമൊക്കെ നഷ്ടപ്പെട്ട ഷിയ മതവിശ്വാസികളായ ആളുകൾ ശരിക്കും ഹിസ്ബുള്ള എന്ന സംഘടനയിൽ അഭയം പ്രാപിക്കുമ്പോൾ അവരെ മിലിറ്റൻസായി കൺവേർട്ട് ചെയ്യുന്ന ജോലി ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾക്കാണ്. അതവർ വളരെ ഭംഗിയായി ചെയ്തു. തുടർച്ചയായ ഈ സ്ഫോടന പരമ്പരകൾക്ക് ശേഷം
ഹിസ്ബുള്ള അടുത്ത അറ്റാക്ക് നടത്തുന്നത് 84 സെപ്റ്റംബർ 20-നാണ്. ബെയ്റൂട്ടിലുള്ള US എംബസിയാണ് അന്ന് ടാർഗറ്റ് ചെയ്യപ്പെട്ടത്. 1360 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളുമായി അന്ന് ഒരു സൂയിസൈഡ് ബോംബർ എംബസിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ആ സ്ഫോടനത്തിൽ 24 ആളുകളാണ് സ്ഫോട്ടി കൊല്ലപ്പെട്ടത്. ഈ സ്ഫോടനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ വിമാനങ്ങൾ ഹൈജാക്ക് ചെയ്യുന്ന പരിപാടിയും ഹിസ്ബുള്ള തുടങ്ങിയിരുന്നു. വിമാന ഹൈജാക്ക് ചെയ്യുന്ന പരിപാടി യഥാർത്ഥത്തിൽ ഹിസ്ബുള്ള പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്നാണ് പഠിക്കുന്നത്. അവർ ആ മേഖലയിൽ ശരിക്കും വിദഗ്ധരാണ്. 1985 ജൂൺ 14-ന് ഈജിപ്തിലെ കെയ്റോയിൽ നിന്ന് പുറപ്പെട്ട ഒരു വിമാനം അങ്ങനെയാണ് ഹിസ്ബുള്ള റാഞ്ചുന്നത്. ആ വിമാനം റാഞ്ചതുപോലെ പിന്നെ ഹിസ്ബുള്ള അനവധി വിമാനങ്ങൾ റാഞ്ചി. ആ വിമാന റാഞ്ചിനുകളുടെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ആ ഭാഗത്തേക്ക് ഞാൻ തൽക്കാലം കടക്കാത്തത്. വിമാനം ഹൈജാക്ക് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും വിമാനത്തിലെ യാത്രക്കാർ ബന്ദികളാക്കപ്പെടും. ഈ ബന്ദികളാക്കുന്ന പരിപാടി വിമാനത്തിനകത്ത് മാത്രമല്ല ഹിസ്ബുള്ള ചെയ്തത്. 82 മുതൽ 92 വരെയുള്ള 10 കൊല്ലക്കാലം കൊണ്ട് ലെബനോണിനകത്ത് പുറത്തുമായി അനവധി ആളുകളെയാണ് ഹിസ്ബുള്ള ബന്ദികളാക്കിയത്. അവരെ ജാമ്യ തടവുകാരാക്കി പിടിച്ച് അതാത് സർക്കാരുകളെ കൊണ്ട് ഹിസ്ബുള്ളയ്ക്ക് അനുകൂലമായി തീരുമാനം എടുപ്പിക്കുന്ന പരിപാടിയാണ് ഹിസ്ബുള്ള ഈ കാലഘട്ടത്തിൽ ചെയ്തത്. തടവിലാക്കപ്പെട്ടവരിൽ ഇസ്രയേലുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, US-ഉമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, ഫ്രഞ്ച് സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, അങ്ങനെ അനവധി രാജ്യങ്ങളിലെ ആളുകളുണ്ട്. ഹിസ്ബുള്ള തടവിലാക്കുന്ന ആളുകളെ രക്ഷിക്കാനായി US-ഉം ഇസ്രയേലും പഠിച്ച പണി 18 നോക്കിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ കനത്ത സെക്യൂരിറ്റിയിലാണ് പലപ്പോഴും തടവുകാരുണ്ടാകുക. അതുകൊണ്ട് തന്നെ തടവുകാരെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ വൻതോതിലുള്ള ജീവനാശം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പലപ്പോഴും ഹിസ്ബുള്ളയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ ഇസ്രയേലും അതുപോലെ US-ഉം നിർബന്ധിതരാകുന്ന കാഴ്ച 82-നും 92-നും ഇടയിൽ പലപ്പോഴും നമ്മൾ കാണുകയുണ്ടായി. ഹിസ്ബുള്ള ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഒരു ത്രെട്ടായി അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് 92 ഫെബ്രുവരി 16-ന് ഹിസ്ബുള്ളയുടെ സമുന്നത നേതാവായ മൊസാവി കൊല്ലപ്പെടുന്നത്. മൊസാവി ഒരു രഹസ്യ സങ്കേതത്തിൽ നിന്ന് ബെയ്റൂട്ടിന് സമീപത്തുള്ള അവരുടെ ആസ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അയാളെ പതിയിരുന്ന് ആക്രമിച്ച് ഇസ്രയേൽ സേന വധിക്കുന്നത്. അപ്പാച്ചെ ഹെലികോപ്റ്ററിൽ നിന്ന് തൊടുക്കപ്പെട്ട മിസൈൽ പതിച്ചാണ് മൊസാവിയുടെ കാറ് തകരുന്നത്. ആ കാറിൽ ആ സമയത്ത് മൊസാവിക്കൊപ്പം അയാളുടെ ഭാര്യയും 5 വയസ്സുള്ള കുഞ്ഞുമുണ്ടായിരുന്നു. മൊസാവിയും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന 4 അംഗരക്ഷകരുമാണ് കൊല്ലപ്പെട്ടത്. മൊസാവി കൊല്ലപ്പെട്ട് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞതും ഹിസ്ബുള്ള അവരുടെ പുതിയ നേതാവിനെ പ്രഖ്യാപിച്ചു. 32 വയസ്സുള്ള നസ്റുല്ല എന്ന ചെറുപ്പക്കാരനാണ് ഹിസ്ബുള്ളയുടെ നേതാവായത്. ശരിക്കും നസ്റുല്ല നേതാവാകണമെന്ന് ആഗ്രഹമുള്ള വ്യക്തി കൊല്ലപ്പെട്ട മൊസാവിയായിരുന്നു. മൊസാവി നസ്റുല്ല നേതാവാകാത്തതുകൊണ്ട് മാത്രം നേതാവായ വ്യക്തിയാണെന്ന് പറയാം. മൊസാവിക്ക് കാര്യങ്ങൾ ചെയ്തു പോകാനായിരുന്നു ഇഷ്ടം. പക്ഷെ നസ്റുല്ല മൊസാവിയാണ് അനുയോജ്യനാണെന്ന വ്യക്തി എന്ന് പറഞ്ഞ് അന്ന് ഈ രംഗത്ത് നിന്ന് മാറി നിന്നതാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്, നസ്റുല്ലയുടെ പ്രായം. ഈ ഹിസ്ബുള്ള രൂപീകരിക്കപ്പെടുന്ന സമയത്ത് നസ്റുല്ലയ്ക്ക് വെറും 22 വയസ്സേ പ്രായമുള്ളൂ. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ 32 വയസ്സായപ്പോഴാണ് നസ്റുല്ല നിവർത്തിയില്ലാതെ നേതാവാകാൻ തീരുമാനിച്ചത്. നേതാവായ നിമിഷം മുതൽ നസ്റുല്ല ശരിക്കും ഒരു സംഭവമായി മാറുകയാണ്. ഹിസ്ബുള്ളയുടെ നേതാവായി ഇലക്ട് ചെയ്യപ്പെട്ട ആ നിമിഷത്തിൽ നസ്റുല്ല അനുയായികൾക്ക് കൊടുത്തത് വ്യക്തമായ ഒരു നിർദ്ദേശമാണ്: അറ്റാക്ക് ഇസ്രയേൽ. ഇസ്രയേലിന്റെ നോർത്തേൺ മേഖലയിലേക്ക് നിരന്തരമായി റോക്കറ്റുകൾ അയക്കാനുള്ള നിർദ്ദേശമാണ് നേതാവായ നസ്റുള്ള ആദ്യം കൊടുക്കുന്നത്. ലെബനോണിൽ നിന്ന് ഇസ്രയേലിനകത്തേക്ക് റോക്കറ്റുകൾ നിരന്തരം പായുന്ന അതേ നിമിഷത്തിൽ തുർക്കിയിലെ ഇസ്രയേൽ എംബസിയിലേക്ക് ഒരു കാറ് സ്ഫോടക വസ്തുക്കളുമായി ഇടിച്ചു കയറി. ആ സംഭവം നടന്ന് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിലുള്ള ഇസ്രയേലി എംബസിയിലേക്ക് ഒരു ചാവേർ കാറുമായി ഇടിച്ചു കയറി. വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച ആ കാറ് അന്ന് ബ്യൂണസ് അയേഴ്സിൽ വരുത്തിയ നഷ്ടം വളരെ വലുതാണ്. സ്ഫോട്ടിൽ കൊല്ലപ്പെട്ടത് 27 ആളുകളാണ്. നസ്റുള്ള നേതാവായി എന്ന് ഇസ്രയേലിനെ നസ്റുള്ള അറിയിച്ചത് ഈ 3 സംഭവങ്ങൾ വഴിയാണ്. ആ നിമിഷം മുതൽ നസ്റുള്ള അടിക്ക് തിരിച്ചടി എന്നുള്ള ഒരു നയത്തിന്റെ ഉടമയായിരുന്നു. ഇസ്രയേൽ ആക്രമിച്ചാൽ ആ നിമിഷം തിരിച്ചടിക്കും. അതാണ് നസ്റുള്ളയുടെ നയം. തിരിച്ചടി ഇസ്രയേലിന് അകത്തോ പുറത്തോ ആകാം, ലോകത്ത് എവിടെയും ആകാം, എന്തായാലും തിരിച്ചടിച്ചിരിക്കുമെന്നുള്ളത് നസ്റുള്ളയുടെ വ്യക്തമായ നയമാണ്.
നസ്രുള്ള ഹിസ്ബുള്ളയുടെ അധികാരത്തിലേക്ക് വന്ന ആ നിമിഷം മുതൽ അടിക്ക് തിരിച്ചടി എന്ന ശൈലിയിൽ ഇസ്രയേലിനെ ശരിക്കും പ്രഹരങ്ങൾ ഹിസ്ബുള്ള വഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ജൂസിന്റെ കൺവെൻഷനുകൾ നസ്രുള്ള നോട്ടമിട്ട ഒരു ഭാഗമാണ്. 94 ജൂൺ 18 രാവിലെ 9 മണി കഴിഞ്ഞ് 53 മിനിറ്റ് അർജന്റീനയിലെ ബ്യൂണസ് എയർസിൽ ഒരു ജൂസ് കൺവെൻഷൻ സെന്ററിൽ ഒരു വലിയ സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളന ഹാള് സ്ഥിതി ചെയ്യുന്ന ബിൽഡിങ്ങിലേക്ക് ഒരു റെനോൾട്ട് ട്രാഫിക് വാൻ ആ നിമിഷമാണ് ഓടിയെത്തിയത്. ആ വാഹനത്തിനെ കൈകാണിച്ച് സെക്യൂരിറ്റിക്കാരെ മറികടന്നുകൊണ്ട് ആ വാഹനം അതിവേഗം ആ ബിൽഡിങ്ങിന്റെ തൂണിൽ വന്ന് ഇടിക്കുകയായിരുന്നു. അനവധി തൂണുകൾ ആ ബിൽഡിങ്ങിന്റെ ചുറ്റുമുണ്ട്. ആ തൂണുകളിൽ ഒന്നിലേക്കാണ് ആ വാൻ വന്ന് ഇടിച്ചത്. ആ വാൻ ഇടിച്ചതും ഒരു വൻ സ്ഫോടനം ഉണ്ടായി. 275 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളുമായി ആ തൂണിലേക്ക് ഇടിച്ചു കയറിയ വാൻ ഉണ്ടാക്കിയ സ്ഫോടനത്തിൽ ആ ബിൽഡിംഗ് പൂർണ്ണമായും തകർന്നു വീണു. കൺവെൻഷൻ ഹാളിലുണ്ടായിരുന്ന 86 ജൂതന്മാരാണ് തത്സമയം കൊല്ലപ്പെട്ടത്. ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റു. ഇതുപോലുള്ള സൂയിസൈഡ് അറ്റാക്കിലൂടെയും ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്ന പ്രക്രിയയിലൂടെയും റോക്കറ്റ് ആക്രമണങ്ങളിലൂടെയും ഇസ്രയേലിനും ജൂതന്മാർക്കും വൻ നഷ്ടം ഹിസ്ബുള്ള ഉണ്ടാക്കുമ്പോൾ ഹിസ്ബുള്ളയെ സ്വാഭാവികമായിട്ടും ഇസ്രയേലും നോട്ടമിട്ടിരുന്നു. അബു അലി എന്ന് വിളിക്കപ്പെടുന്ന റിദായ് യാസിൻ തെക്കൻ ലെബനോണിലെ ഹിസ്ബുള്ളയുടെ സൈനിക കമാൻഡറാണ്. 1995 മാർച്ച് 31 ഇസ്രയേൽ ലെബനോണിലെ ടൈർ മേഖലയിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ മാറിയുള്ള സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനത്തിലേക്ക് ഒരു മിസൈൽ പതിക്കുന്നത് ആ ദിവസമാണ്. ആ മിസൈൽ സ്ഫോടനത്തിൽ ഹിസ്ബുള്ളയുടെ ആ സമുന്നതനായ സൈനിക നേതാവ് കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയ്ക്കൊരു വൻ അടിയാണ്. ഹിസ്ബുള്ളയുടെ നേതാക്കളെയാണ് ആ നിമിഷം മുതൽ ഇസ്രയേൽ ടാർഗറ്റ് ചെയ്യുന്നത്. അടിക്ക് തിരിച്ചടി എന്നുള്ളത് നസ്രുള്ളയുടെ നയമായതുകൊണ്ട് തന്നെ അബു അലിക്കെതിരെയുള്ള ആക്രമണ വിവരം അറിഞ്ഞ ആ നിമിഷത്തിൽ തന്നെ ഇസ്രയേലിലേക്ക് റോക്കറ്റുകളുടെ ഒരു പ്രവാഹം തന്നെ ആ ലെബനോൺ അതിർത്തിയിൽ നിന്നുണ്ടായി. ഒരു ഇസ്രയേലി പൗരൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അനവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലോകത്തെമ്പാടുമുള്ള ഇസ്രയേലി എംബസികളെയും ജൂസിന്റെ കൺവെൻഷൻ സെന്ററുകളെയും ഹിസ്ബുള്ള നിരന്തരം ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. സൂയിസൈഡ് ബോംബ് അറ്റാക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഈ എംബസികളിലേക്കും ജൂസ് കൺവെൻഷൻ സെന്ററിലേക്കും വരാം എന്ന് അറിയാവുന്ന ഇസ്രയേൽ സ്വാഭാവികമായിട്ടും വൻ പ്രിക്കോഷനോട് കൂടിയാണ് അവിടെ എംബസികൾ സംരക്ഷിക്കുന്നത്. ഹിസ്ബുള്ളയെ സംശയത്തോടെയും അതേസമയം ലേശം ഭയത്തോടെയുമാണ് ഇസ്രയേൽ ആ നിമിഷം മുതൽ നോക്കിക്കാണുന്നത്. ഹിസ്ബുള്ളയുടെ ആക്രമണം ഏത് നിമിഷത്തിൽ വേണമെങ്കിലും ഉണ്ടാകാം എന്ന് അറിയാവുന്ന ഇസ്രയേൽ അതിനനുസരിച്ചുള്ള സുരക്ഷ അവിടെ സംവിധാനങ്ങൾക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഹിസ്ബുള്ളയുടെ തലവനായ നസ്രുള്ള ഹിസ്ബുള്ളയെ ശരിക്കും ഒരു വൻ സംഘടനയായി കൺവേർട്ട് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. ഒരു ഗറില്ല സംഘടനയായി രൂപം കൊണ്ട ഹിസ്ബുള്ളയെ ശരിക്കും ഒരു ആർമിയായി കൺവേർട്ട് ചെയ്യുന്നത് നസ്രുള്ളയാണ്. ഗറില്ല സംഘത്തിൽ നിന്ന് ആർമിയായി ഈ ഹിസ്ബുള്ള കൺവേർഷൻ നടത്തിയപ്പോൾ ലോകത്തിൽ ടെറിട്ടറി സ്വന്തമായി ഇല്ലാത്ത അല്ലെങ്കിൽ രാജ്യം സ്വന്തമായി ഇല്ലാത്ത ഏറ്റവും വലിയ ആർമിയായി ഹിസ്ബുള്ള മാറി. 60,000-ഓളം ആക്റ്റീവായിട്ടുള്ള പ്രവർത്തകരുള്ള ഒരു സംഘടനയായി ഹിസ്ബുള്ള മാറുന്നത് നസ്രുള്ളയുടെ കാലഘട്ടത്തിലാണ്. ഹിസ്ബുള്ളയെ ഒരു ആർമിയായി നസ്രുള്ള കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 97 ലെബനോണിലെ മിലിക് ഗ്രാമത്തിൽ വെച്ച് ഇസ്രയേൽ നസ്രുള്ളയുടെ മൂത്ത മകനെ ആക്രമിക്കുന്നതും കൊലപ്പെടുത്തുന്നതും. തൻ്റെ മൂത്ത മകൻ മുഹമ്മദ് ഹാദി കൊല്ലപ്പെട്ട വിവരമറിഞ്ഞപ്പോൾ നസ്രുള്ള പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എനിക്കിപ്പോൾ ശരിക്കും അഭിമാനം തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു രക്തസാക്ഷിയുടെ അച്ഛനാണ്. സ്വന്തം മകന്റെ മരണത്തെ പോലും നസ്രുള്ള അങ്ങനെയാണ് നോക്കിക്കണ്ടത്. ലെബനോണിലെ ബേക്ക താഴ്വരയിൽ മതവിശ്വാസികളായ അച്ഛനന്മാരുടെ പുത്രനായി ജനിച്ച നസ്രുള്ള ലെബനോണിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കൗമാര കാലഘട്ടത്തിലാണ് ഇറാനിലെ ടെഹ്റാനിലെത്തുന്നത്. ടെഹ്റാനിൽ അന്ന് ഭരിക്കുന്നത് ഷായാണ്. ഷാ അവിടെ ഭരണത്തിലിരിക്കുമ്പോൾ ഉണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭവും തുടർന്നുണ്ടായ ഇസ്ലാമിക വിപ്ലവവും ഷായുടെ പതനവും അയത്തുള്ള ഖൊമേനിയുടെ ഉദയവും ഒക്കെ നസ്രുള്ള നേരിൽ കണ്ട കാര്യമാണ്. അന്ന് മുതൽ അയത്തുള്ള ഖൊമേനിയോടും ഇറാനിലെ ആ റവല്യൂഷനോടും ഒരു വല്ലാത്ത അടുപ്പം നസ്രുള്ളയ്ക്ക് ഉണ്ടായിരുന്നു. ഇറാനിലെ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ഷിയകളുടെ ആ ഭരണകൂടം അധികാരത്തിൽ വന്നപ്പോൾ അത് കണ്ട് സന്തോഷത്തിലാണ് നസ്രുള്ള ലെബനോണിലേക്ക് വരുന്നത്. നസ്രുള്ള ലെബനോണിൽ എത്തിയപ്പോഴാണ് ഇസ്രയേലിൻ്റെ പടയോട്ടം ഉണ്ടാകുന്നത്. 82 ജൂൺ 6 ആ പടയോട്ടം ലെബനോണിലെ സകല ഷിയ കുടുംബങ്ങളെയും ശരിക്കും
തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറയാം. ഒരുപാട് ഷിയകളാണ് കൊല്ലപ്പെട്ടത്. ശരിക്കും വീടും കുടിയും ജീവനൊക്കെ നഷ്ടപ്പെടുന്ന ഷിയ മതവിശ്വാസികൾ ഒരു നൊമ്പരമായി നസ്രുള്ളയ്ക്ക് അനുഭവപ്പെടുമ്പോഴാണ് 82 ജൂൺ 8 ആ ഷിയകളുടെ പ്രതിഷേധം ഉണ്ടാകുന്നത്. ഇസ്രയേലിൻ്റെ ആ കോൺവേയെ ഷിയ ചെറുപ്പക്കാർ ആക്രമിക്കുന്നതും തുടർന്ന് ആ മൈൻഡ് സെറ്റുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയ്ക്ക് ഇറാന്റെ സപ്പോർട്ട് ഉണ്ടാകുന്നു. ആ നിമിഷം മുതൽ ആ കൂട്ടായ്മയുടെ ഭാഗമായിരുന്നു നസ്രുള്ള. നസ്രുള്ള അധികാരം ഏറ്റെടുത്ത 92 മുതൽ നസ്രുള്ള ശ്രദ്ധിച്ചിരുന്ന മറ്റൊരു കാര്യം ഇസ്രയേല് ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ മേഖലയാണ്. ഇസ്രയേലിൻ്റെ ലെബനോൺ അതിർത്തിയിൽ ഇസ്രയേൽ ഒരു സുരക്ഷാ മേഖല ഒരുക്കിയിട്ടുണ്ട്. ഇസ്രയേൽ സുരക്ഷാ മേഖല എന്ന് വിളിക്കുന്ന ആ സ്ഥലം അത്ര സുരക്ഷിതമായ മേഖല അല്ല എന്ന് അവിടെ താമസിക്കുന്ന ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ദൗത്യത്തിലേക്കാണ് നസ്രുള്ള കടന്നത്. അതിനുവേണ്ടി നസ്രുള്ള സമയം കിട്ടുമ്പോഴൊക്കെ ഹിസ്ബുള്ള പ്രവർത്തകരെ കൊണ്ട് ആ മേഖലയിലേക്ക് റോക്കറ്റുകൾ അയച്ചുകൊണ്ടേയിരുന്നു. റോക്കറ്റുകൾ ആ മേഖലയിൽ വീഴാത്ത ദിവസമില്ല എന്ന് പറയുന്ന ശൈലിയിലേക്ക് നിരന്തരമായി റോക്കറ്റുകൾ ആ സുരക്ഷാ മേഖലയിലേക്ക് വീണു തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സെറ്റിൽ ചെയ്തിരിക്കുന്ന ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടായി. ശരിക്കും ഇസ്രയേൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജൂതന്മാരെ കൊണ്ടുവന്ന് ഈ പ്രശ്നമുള്ള മേഖലകളിൽ കോളനി പോലെ സെറ്റിൽമെന്റ് ഉണ്ടാക്കി താമസിപ്പിക്കേണ്ട പതിവ്. അവർക്ക് ആവശ്യമായ സംരക്ഷണമൊക്കെ ഇസ്രയേൽ സേന കൊടുക്കും. സംരക്ഷണം ഇസ്രയേൽ സേന കൊടുക്കുമ്പോൾ തന്നെയാണ് മറുഭാഗത്ത് മതിലിന് മുകളിലൂടെയും കമ്പിവേലിക്ക് മുകളിലൂടെയും റോക്കറ്റുകൾ നിരന്തരമായി അവർക്കിടയിലേക്ക് വന്നു വീണു തുടങ്ങിയത്. അതിന്റെ ഫലം വളരെ വ്യക്തമാണ്. ഇസ്രയേൽ സുരക്ഷിത സ്ഥലമെന്ന് പറഞ്ഞ് ആളുകളെ കൊണ്ട് താമസിപ്പിക്കുന്ന സ്ഥലം അത്ര സുരക്ഷിതമല്ല എന്ന് ആ ആളുകൾ പറഞ്ഞു തുടങ്ങി. അവിടെ താമസിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ആളുകൾ പറയുന്നതിലേക്ക് കാര്യങ്ങളെത്തി. 1982 ജൂണിലാണ് ഇസ്രയേൽ ലെബനോണിലേക്ക് ഇരച്ചു കയറുന്നത്. 18 കൊല്ലക്കാലം ലെബനോണിലെ ആ സദേൺ മേഖല മുഴുവൻ ഇസ്രയേലിന്റെ ആധിപത്യത്തിലായിരുന്നു. ഇസ്രയേൽ ആ മേഖലയാണ് സുരക്ഷിത മേഖലയായി പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടേക്കാണ് റോക്കറ്റ് അറ്റാക്കും അതുപോലെ സൂയിസൈഡ് ബോംബ് അറ്റാക്കുമായി ഹിസ്ബുള്ള ശല്യം ചെയ്തുകൊണ്ടേയിരുന്നത്. ഹിസ്ബുള്ളയുടെ ആ നിരന്തരമായ ശല്യം സഹിക്കവയ്യാതെ 18 വർഷം പൂർത്തീകരിച്ചപ്പോൾ, അതായത് 2000 ആണ്ടായപ്പോൾ ഇസ്രയേൽ നിരുപാധികം ലെബനോണിൽ നിന്ന് പിൻവാങ്ങി. ഹിസ്ബുള്ളയെ ഭയന്ന് തന്നെയാണ് ഇസ്രയേൽ പിൻവാങ്ങുന്നത്. സിയോണിസ്റ്റുകളുടെ മുകളിലുള്ള അറബികളുടെ ആദ്യത്തെ വിജയം. അങ്ങനെയാണ് 2000 ഇസ്രയേലിന്റെ പിന്മാറ്റത്തെ ചരിത്രം വിലയിരുത്തുന്നത്. സാധാരണഗതിയിൽ ഇസ്രയേൽ എവിടെയെങ്കിലും കയറിയാൽ അവിടുന്ന് പിന്മാറുന്ന പതിവില്ല. ഹിസ്ബുള്ളയുടെ നിരന്തരമായ അറ്റാക്ക് സഹിക്കാൻ പറ്റാതായപ്പോഴാണ് ഇസ്രയേൽ അവസാനം ഗത്യന്തരമില്ലാതെ 2000 ലെബനോണിലെ ആ അധിനിവേശ മേഖലയിൽ നിന്ന് പിന്മാറുന്നത്. 2000 ഇസ്രയേലിന്റെ പിന്മാറ്റം സ്വാഭാവികമായിട്ടും ഹിസ്ബുള്ളയുടെ കരുത്തൊന്ന് കൂട്ടി. ആ കരുത്ത് അങ്ങനെ കൂടിക്കൂടി വന്നപ്പോൾ 2006 ഹിസ്ബുള്ള ഇസ്രയേലിന്റെ അധീനതയിലുള്ള ഇസ്രയേൽ മാപ്പിനുള്ളിലെ സ്ഥലത്തേക്ക് ഒന്ന് ഇരച്ചു കയറി. ശരിക്കും ഇസ്രയേലിനകത്തേക്ക് ഹിസ്ബുള്ള കടക്കുകയായിരുന്നു പറയാം. ഇസ്രയേൽ പ്രദേശത്തേക്കുള്ള ഹിസ്ബുള്ളയുടെ ആ അറ്റാക്ക് 2 കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഇസ്രയേലിന് പറ്റില്ലല്ലോ. ഇസ്രയേൽ അതിശക്തമായി തിരിച്ചടിച്ചു. ഇസ്രയേലിന്റെ കൈവശമുള്ള എയർ സ്ട്രൈക്കാണ് ഇസ്രയേലിന്റെ നട്ടലെന്ന് പറയുന്നത്. ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ നടത്തിയ ആ ബോംബ് വർഷത്തിൽ ഹിസ്ബുള്ളയ്ക്ക് വൻ നഷ്ടമാണ് ഉണ്ടായത്. ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട സകല മേഖലകളിലും ടൺ കണക്കിന് ബോംബുകളാണ് 2006 ഇസ്രയേൽ വർഷിക്കുന്നത്. മാസങ്ങളോളം നീണ്ടുനിന്ന ഒരു അറ്റാക്കാണ് യഥാർത്ഥത്തിൽ ഇസ്രയേൽ ഹിസ്ബുള്ള മേഖലയിലേക്ക് നടത്തിയത്. പക്ഷെ ഹിസ്ബുള്ള ശരിക്കും ഇസ്രയേലിനോട് ആ നിമിഷം പിടിച്ചു നിൽക്കുകയായിരുന്നു. ഹിസ്ബുള്ളയെ നിർവീര്യമാക്കാൻ പറ്റാതെ വന്ന ഇസ്രയേൽ അവസാനം 2006 മധ്യത്തിൽ ആ യുദ്ധം അവസാനിപ്പിച്ചു. ആ നിമിഷത്തിൽ ഹിസ്ബുള്ള പ്രവർത്തകർ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അവരുടെ 2ാമത്തെ വിജയവും എന്നാണ്. സിയോണിസ്റ്റുകളുടെ മുകളിലുള്ള അറബ് വംശജരുടെ 2ാമത്തെ വിജയം. അങ്ങനെയാണ് ആ വിഷയത്തെ അവർ ചൂണ്ടിക്കാണിച്ചത്. ആ നിമിഷം മുതൽ ഇസ്രയേൽ കാത്തിരിക്കുകയായിരുന്നു ഒരു അവസരത്തിന്. ശരിക്കും ഹിസ്ബുള്ള ഇസ്രയേലിന്റെ കണ്ണിലെ കരടാണ്. പല കാരണങ്ങൾ കൊണ്ടും ഹിസ്ബുള്ളയെ അവസാനിപ്പിക്കാൻ ഒരു സാഹചര്യത്തിന് വേണ്ടി അവർ കാത്തിരിക്കുമ്പോഴാണ് ഗാസ അവർക്കൊരു തുറുപ്പ് ചീട്ടാകുന്നത്. 2023 ഒക്ടോബർ 7 ഇസ്രയേലിൽ ജൂതമത വിശ്വാസികൾ അവരുടെ മതാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട്
ഏതാണ്ട് ആലസ്യത്തിലും ആഘോഷത്തിലും നിൽക്കുമ്പോഴാണ് ഗാസയിൽ നിന്ന് ഹമാസിന്റെ പോരാളികൾ വാഹനങ്ങളിലും അല്ലാതെയുമായി ഗാസ അതിർത്തി കടന്ന് ഇസ്രയേലിലേക്ക് കടക്കുന്നത്. അന്ന് അവർ ഇസ്രയേലിനകത്ത് കൊലപ്പെടുത്തിയത് 1000-ലധികം ഇസ്രയേലി പൗരന്മാരെയാണ്. ഒരുപാട് ആളുകളെ തടവുകാരെ പിടിക്കുകയും ചെയ്തു. ശരിക്കും ആ സംഭവം ഇന്നും ലോകത്തിന് പിടികിട്ടാത്ത ഒരു വിഷയമാണ്. ഗാസയെ ഇസ്രയേലിൽ നിന്ന് വേർതിരിക്കുന്ന ആ മേഖല ശരിക്കും കമ്പിവേലികൾ കൊണ്ട് സുരക്ഷിതമാണ്. ആ വേലിക്കപ്പുറത്ത് 24 മണിക്കൂറും ഇസ്രയേലി പട്ടാളത്തിന്റെ കാവലുണ്ട്. പക്ഷേ ഈ ഒക്ടോബർ 7-ന് കാവൽക്കാര ആരുമില്ലാത്ത അനവധി സ്ഥലങ്ങളുണ്ടായിരുന്നു. അതുവഴിയാണ് ഗാസയിൽ നിന്ന് ഹമാസ് ഇസ്രയേലിനകത്തേക്ക് നുഴഞ്ഞു കയറുന്നത്. ഇസ്രയേലും ഹമാസും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു ധാരണ പ്രകാരം ഹമാസ് അകത്തേക്ക് കടന്നതാണെന്നുള്ള പറച്ചിൽ ആ ദിവസങ്ങളിലുണ്ടായിരുന്നു. പക്ഷേ ഇസ്രയേലിന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഹമാസ് ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയപ്പോൾ കഥ ആകെ മാറി. ഹമാസ് ആണോ ഇനി അവിടെ കൊല നടത്തിയത്, അതോ ഇസ്രയേൽ ഒരുക്കിയ ഒരു കെണിയിലൂടെ ഹമാസ് പെട്ടുപോയതാണെന്നുള്ളത് പിന്നീട് അന്വേഷിച്ചറിയേണ്ട കാര്യമാണ്. എന്തായാലും ഇസ്രയേൽ പ്രതീക്ഷിച്ചതുപോലെ ഹമാസ് അവർക്കൊരു വഴിയൊരുക്കി. അതിന്റെ ഫലമായിട്ടാണ് ഇസ്രയേൽ ഗാസയിലേക്ക് ഇരച്ചു കയറിയിരിക്കുന്നത്. ഗാസയിലേക്ക് ഇരച്ചു കയറിയ അവർ ശരിക്കും ഹിസ്ബുള്ളയും നോട്ടമിടുന്നുണ്ടായിരുന്നു. അന്ന് മുതലേ ഹിസ്ബുള്ള തങ്ങൾക്ക് അനുകൂലമായ ഒരു അവസരം ഒരുക്കി തരുമെന്ന് ഇസ്രയേലിന് കൃത്യമായിട്ട് അറിയാം. ആ അവസരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുമ്പോഴാണ് ലെബനോൺ അതിർത്തിക്ക് അപ്പുറത്തുള്ള ഹിസ്ബുള്ള ക്യാമ്പുകളിൽ നിന്ന് റോക്കറ്റുകൾ ഇസ്രയേലിന്റെ സെറ്റിൽമെന്റ് മേഖലയിൽ നിരന്തരം വന്നു വീഴുന്നു തുടങ്ങുന്നത്. 82-നും 2000-നും ഇടയിൽ ലെബനോണിന് അകത്തുള്ള ഇസ്രയേൽ അധിനിവേശ സ്ഥലങ്ങളിൽ നിന്ന് ഇസ്രയേലിനെ ഹിസ്ബുള്ള മോചിപ്പിച്ചതുപോലെ ഒരു മെക്കാനിസം ഇസ്രയേലിന് അകത്തുള്ള പാലസ്തീൻ മേഖലകളിൽ നിന്ന് ജൂതന്മാരെ ഒഴിപ്പിക്കാനായി ഹിസ്ബുള്ള ഒന്ന് ഉപയോഗിച്ച് നോക്കിയതാണ്. അതിന് ഫലമുണ്ടായി. അനവധി സെറ്റിൽമെന്റ് മേഖലകളിൽ നിന്നായി ഏകദേശം 75,000-ഓളം ഇസ്രയേലി പൗരന്മാർ താമസ സ്ഥലം ഉപേക്ഷിച്ച് കുറെ കൂടി സുരക്ഷിതമായ സ്ഥലത്തേക്ക് നീങ്ങിയപ്പോൾ അവരെ സംരക്ഷിക്കാനായി ഹിസ്ബുള്ളയെ ആക്രമിക്കാൻ ഇസ്രയേലിന് ഒരു തുറുപ്പ് ചീട്ട് കിട്ടി. അതിന്റെ ഫലമായിട്ടാണ് ഇസ്രയേൽ നടത്തിയ ആ പേജർ ആക്രമണവും വാക്കി ടോക്കി ആക്രമണവും ഒക്കെ നമ്മൾ കാണേണ്ടത്. അതിന് തുടർച്ചയായിട്ടാണ് ഇസ്രയേൽ ലെബനോണിൽ തുടർച്ചയായ ബോംബിംഗ് നടത്തിയത്. ലെബനോണിലും ഇസ്രയേലിലും ഇസ്രയേൽ നടത്തിയ ആ ബോംബ് വർഷത്തിന്റെ ഭാഗമായിട്ടാണ് നസ്രുള്ള കൊല്ലപ്പെടുന്നത്. ശരിക്കും ഈ സിറിയയിലുള്ള ആസാദിന്റെ ഭരണം അട്ടിമറിക്കാനായിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് നേരത്തെ ഒരു ശ്രമം നടത്തിയതാണ്. അന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരായിട്ട് സിറിയയ്ക്കൊപ്പം നിന്നത് ഈ നസ്രുള്ളയും കൂട്ടരുമാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിനെ ഹിസ്ബുള്ള എതിർക്കുന്നത് പോലെ തന്നെ ഹിസ്ബുള്ള ഒസമ ബിൻ ലാദന്റെ അൽ-ഖ്വയ്ദയും അതുമായി ബന്ധിപ്പിച്ച സംവിധാനങ്ങളൊക്കെ എതിർക്കാറുണ്ട്. ഹിസ്ബുള്ളയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ചിന്നിച്ചിതറിപ്പോയ ഷിയകൾക്ക് ഒരു രാജ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ രാജ്യം ഉണ്ടാക്കാനായി അവർ ശ്രമിക്കുമ്പോൾ അവരെ എതിർക്കുന്ന ഇസ്രയേലിനെ അവർ ലക്ഷ്യമിടുന്നു എന്ന് മാത്രം. ഹമാസ് ലക്ഷ്യമിടുന്നത് സ്ഥലവും അധികാരവും നഷ്ടപ്പെട്ടു പോയ പാലസ്തീനികൾക്ക് ഒരു താമസ സ്ഥലം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. ഹമാസിന്റെ പ്രവർത്തനമാണെങ്കിലും ഹിസ്ബുള്ളയുടെ പ്രവർത്തനമാണെങ്കിലും അവരുടെ കണ്ണിലൂടെ കാണുമ്പോൾ ന്യായീകരിക്കാൻ കഴിയുന്നവയാണ്. ഇസ്രയേലിന്റെ കണ്ണിൽ അത് ന്യായീകരിക്കാൻ പറ്റുന്നല്ലെങ്കിലും വീടും കുടിയും നഷ്ടപ്പെട്ട പാലസ്തീനികൾക്ക് വേണ്ടി നിൽക്കുന്ന ഹമാസും വീടും കുടിയും നഷ്ടപ്പെട്ട ഷിയകൾക്ക് വേണ്ടി നിൽക്കുന്ന ഹിസ്ബുള്ളയും രണ്ടുപേരും ന്യായീകരിക്കപ്പെടേണ്ട സംഘടനകളാണെന്നുള്ളതാണ് സത്യം. പക്ഷേ ലോക പോലീസ് ആയി നിൽക്കുന്ന അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം കാലം ഇസ്രയേലിന് ഇവരെ ഒതുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. ഹിസ്ബുള്ള 2006-ൽ ഇസ്രയേലിന്റെ വൻ ആക്രമണത്തെ വളരെ വിദഗ്ധമായി അതിജീവിച്ച സംഘടനയാണ്. ഇപ്പോൾ ഈ 2024-ൽ ലെബനോണിലും സിറിയയിലുമായി ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തെ ഹിസ്ബുള്ളയ്ക്ക് പ്രതിരോധിക്കാൻ കഴിയുമോ എന്ന് ഒരു ചോദ്യമുണ്ട്. അഥവാ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇനിയും ചാരത്തിൽ നിന്ന് ഫീനിക്സ് പക്ഷി പോലെ പറന്നുയരാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിയുമോ എന്നതാണ് ചോദ്യം. ഹമാസ് ഏതാണ്ട് അവസാനിച്ചതുപോലെയാണ്. ഹമാസിന്റെ സമുന്നത നേതാക്കളെല്ലാം ഗാസയിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അവിടെ വളരെ അപൂർവം ലീഡേഴ്സ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഹിസ്ബുള്ളയാണെങ്കിൽ ഗറില യുദ്ധ മേഖലയിൽ ശരിക്കും തഴക്കവും പഴക്കമുള്ള സംഘടനയാണ്. അവരുടെ ഉന്നത നേതാക്കളിൽ പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു പുതിയ തലമുറ ഉണ്ടായി വന്ന് ഹിസ്ബുള്ളയ്ക്ക് ഷിയകളുടെ ഒരു നേതൃത്വം ഏറ്റെടുക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 27-ന് നസ്രുള്ളയെ വധിച്ചുകൊണ്ട് ഹിസ്ബുള്ളയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇസ്രയേൽ ഹിസ്ബുള്ളയ്ക്ക് കൊടുത്തിരിക്കുന്നത്. നസ്രുള്ള
ഹിസ്ബുള്ളയുടെ ജീവനായിരുന്നു. ഹിസ്ബുള്ളയുടെ എല്ലാ തീരുമാനങ്ങളിലും ശരിക്കും നസ്രുള്ളയുടെ പങ്കുണ്ടായിരുന്നു. നസ്രുള്ളയും ഹിസ്ബുള്ളയും തമ്മിൽ ശരിക്കും നമുക്ക് വേർതിരിക്കാൻ പറ്റുമായിരുന്നില്ല. അത്രമാത്രം പ്രസ്ഥാനവുമായി ഇഴുകിച്ചേർന്ന ഒരു നേതാവായിരുന്നു നസ്രുള്ള. നസ്രുള്ളയുടെ ആ നഷ്ടം നികത്തുവാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിയുമോ എന്ന ചോദ്യവും ഇവിടെ ഉന്നയിക്കപ്പെടുകയാണ്. വരും ദിവസങ്ങളിൽ അതിനൊരു മറുപടി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇതുവരെ ഹിസ്ബുള്ളയുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.